താറാവ് വിൽപ്പന നിരോധനം 9 മാസം പിന്നിട്ടിട്ടും കൊന്നൊടുക്കിയ പക്ഷികളുടെ നഷ്ടപരിഹാരം നൽകാതെ മൃഗസംരക്ഷണ വകുപ്പ്. പക്ഷിപ്പനി ബാധയെ തുടർന്ന് ലക്ഷക്കണക്കിന് താറാവുകളെയാണ് ആലപ്പുഴയിൽ കള്ളിങ്ങിന് വിധേയമാക്കിയത്. കേന്ദ്ര സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാര തുകയുടെ ആനുപാതികമായി സംസ്ഥാന സർക്കാർ ഫണ്ട് വകയിരുത്താത്തതാണ് നഷ്ടപരിഹാരം വൈകുന്നതിന് കാരണം. കിലോയ്ക്ക് 500 മുതൽ 700 രൂപ വരെ വില വരുന്ന കുട്ടനാടൻ താറാവുകൾക്കാണ് നഷ്ടപരിഹാരമായി 200 രൂപ വില സർക്കാർ നിശ്ചയിച്ചത്. പക്ഷിപ്പനി വ്യാപകമായതിനെ തുടർന്ന് ആലപ്പുഴയിൽ താറാവ് കൃഷിക്ക് പൂർണ്ണമായി നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 9 മാസമായി മുട്ടവിൽപ്പനയിലുണ്ടായ നഷ്ടം വേറെയും. കേരള ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. 2014 തൊട്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചെങ്കിലും ഈ നിരോധനം 8 മാസം നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൽ ആദ്യ സംഭവം. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ഈ താറാവ് എന്ന് പറഞ്ഞ പൊതുജനങ്ങൾക്ക് അറിയത്തില്ല. അവിടുന്ന് വരുന്ന മീറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അത് അസുഖമുള്ളതാണോ കേടാണോ ഒന്നും പരിശോധനയിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഇത് മീറ്റായിട്ട് താറാവിൻ്റെ മീറ്റായിട്ട് വിൽക്കുക. ഞങ്ങൾക്ക് ജീവിക്കണം. ഇന്ന് സാധാരണ ഒരു തൊഴിലാളിക്ക് 1000 രൂപയുണ്ട്. ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ ഗവൺമെന്റ് ഞങ്ങളതും ചെയ്യാൻ തയ്യാറാണ്. നിരോധനം അവസാനിച്ചുവെങ്കിലും ഇപ്പോഴുള്ള താറാവ് കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പാകമാകുമ്പോഴേക്കും ഈസ്റ്റർ അടക്കമുള്ള വിപണി അവസാനിച്ചിരിക്കും. കേന്ദ്ര സർക്കാർ 3 കോടി രൂപയും സംസ്ഥാന സർക്കാർ വിഹിതമായി 2 കോടി രൂപയുമാണ് നഷ്ടപരിഹാര തുകയായി പ്രഖ്യാപിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ധനകാര്യ വകുപ്പ് പണം ലഭ്യമാക്കിയിട്ടില്ല. ഈ കേന്ദ്രം കൊടുത്തിട്ട് 3.5 മാസമായല്ലോ. എന്നിട്ട് നാളിതുവരെയായി വെറും 2 കോടി രൂപ എടുത്തു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട കർഷകന്റെ പൈസ കൊടുക്കാൻ കഴിയും. എന്നിട്ടും അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ സംസ്ഥാന ഗവൺമെന്റ് യഥാർത്ഥത്തിൽ എല്ലാത്തിനും കാശുണ്ടല്ലോ. മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും അവരുടെ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും മാത്രമാണ് കാശില്ലാത്തത്. ദൂർത്തടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ദൂർത്തടിക്കാൻ കാശുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്തുകൊണ്ട് പാവപ്പെട്ട കർഷകന്റെ കണ്ണുനീര് കാണാൻ തയ്യാറാവുന്നില്ല? നഷ്ടപരിഹാരം വൈകുന്നതിൽ മേഖലയിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വിവിധ കർഷക സംഘടനകൾ. ന്യൂസ് മലയാളം, ആലപ്പുഴ.